പെൻഷൻ പോയി മേടിക്കാൻ നോക്കാറുള്ള ചിരിക്കരുത്. കമന്റ് വായിക്കാൻ വന്ന ആരെങ്കിലും ഉണ്ട്. അതിന് കൊഞ്ഞനെ കുത്തുന്നത് എന്തിനാണ്? ഗവൺമെന്റ് ഇനിയിപ്പോ കറക്റ്റായിട്ട് ആക്ഷൻ എടുക്കും. ഞാൻ മിക്കവാറും മെന്റൽ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും തോന്നുന്നു. ഞാനാ തള്ളോട് തള്ള. അപ്പൊ എന്ത് പറഞ്ഞാലും ലവ് യു, ലവ് യു. അതെന്നതാടാ അത്? ഇവിടെ ഒരു ട്രെയിൻ പോലും ഇല്ലടാ ഈ സമയത്തൊന്നും ഓടി വരാനായിട്ട്. നിരാജ് പാലക്കാട്. ആരാ ഇതൊക്കെ എഡിറ്റ് ചെയ്യുന്നേ? അവന്റെ ആ പോസ് കണ്ടോ? അവന്റെ നിപ്പ് കണ്ടു കഴിഞ്ഞാല് സൂര്യൻ വരെ അവന്റെ മുമ്പിൽ കുനിഞ്ഞു നിൽക്കും. കുനിഞ്ഞു നിക്കല്ലേ? ഇമാതിരി എഡിറ്റിംഗ് ഇമാതിരി കാട്ടായങ്ങളൊക്കെ ഭയങ്കരമായിട്ട് വർദ്ധിച്ചു വരുവാണ്. മിക്കവാറും നമുക്കൊന്ന് റെയിൽവേ സ്റ്റേഷനിൽ പരാതി കൊടുക്കേണ്ടി വരും. ഞാനെന്തിനു പരാതിപ്പെടണം? ചേച്ചിയോടല്ല ചേച്ചി, ഞാൻ പരാതിപ്പെട്ടോളാം. ഞാനെന്തിനു പരാതിപ്പെടണം? ഞാൻ ചതിക്കപ്പെട്ടത് അയാളുടെ മിടുക്കൊണ്ടൊന്നുമല്ല, എന്റെ മണ്ടത്തരമുണ്ട്. അത് കറക്റ്റാണ്. പറ്റിക്കപ്പെടാൻ ഞാൻ നിന്നോടത്തോണ്ട് അയാൾ എന്നെ പറ്റിച്ചത്. ഞാനിതിന് എവിടെ പരാതിപ്പെടണം? ഞാനെന്തിനു പരാതിപ്പെടണം? ഞാൻ ഇങ്ങനെ വന്നു കഴിഞ്ഞാല് ആർക്കും ഒന്നും പറ്റിക്കാൻ തോന്നും. പറ്റിക്കപ്പെടാൻ ഞാൻ നിന്നോടത്തോണ്ട് അയാൾ എന്നെ പറ്റിച്ചത്. അരിവാൾ ചുറ്റിക അല്ലല്ലോ, വേറെ ഉണ്ടാക്കിയാണ്. നക്ഷത്രം കൂടി വരേണ്ട സമയമായി. ഇതൊന്നും എനിക്കിപ്പോ ആലോചിക്കണ്ട. എടാ, ഞാന് ഒരു ചെറുക്കനെ നോക്കിയാല് നീ എന്ത് ചെയ്യും? ഞാൻ ഇങ്ങനെ സത്യമായിട്ട് എന്നെ ചവിട്ടി. സത്യമായിട്ട് എന്നെ ചവിട്ടി. അയ്യോ എന്റെ ഒരു തൊലിപ്പീര്. സത്യമായിട്ട് എന്നെ ചവിട്ടി. ചേത്തായി കുന്തിക്ക് തൗത്തി. അയ്യോ അപ്പടി അങ്ങോട്ട് മെഴുകുവാണ് കടന്ന്. തുണ്ടിന്റെ ഇടയിൽ വല്ല ഹാൻഡ്സും തിരികെ വെച്ചിട്ടുണ്ടോ? അതോ സ്റ്റാപ്ലർ അടിച്ചാണോ? അതോ സ്റ്റൈലാണോ? സത്യമായിട്ട് എന്നെ ചവിട്ടി. ഇങ്ങനെ കുറച്ച് ടീംസ് ഉണ്ട് ഭയങ്കര കൊഞ്ചിക്കോഴാ. തൗത്തി ചേട്ടായി തൂറ്റി. സത്യമായിട്ട്. അയ്യോ അപ്പടി മെഴുക്കാണ് ഇൻസ്റ്റാഗ്രാമില്. എന്തിനാടാ നീ അങ്ങനെ പറഞ്ഞത്? ഈ ബസ്സിലെ സൗമ്യ ആരാന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതിലേതോ ഒരെണ്ണം അല്ല അത് എല്ലാം പുളി തന്നെയാ. എടാ പുളിയാടി മോനെ, എന്തുവാ എന്തുവാ നീ എന്നതാണ് കിട്ടതൊക്കെ വെച്ചേക്കണേ? എന്റെ തലയിൽ എന്തുവാ? അയ്യോ ആരുമില്ല. ഇതേ പാദസരം വരെ അവൻ സെറ്റാക്കി കേട്ടോ. പുളിമാൻ ആരണ്ടൊക്കെ പറയുന്നത് കേട്ടില്ലേ ഏതോ ഓർമ്മ പുളിയല്ലാന്നൊക്കെ. അയ്യോ നമ്മളില്ലേ എന്തൊക്കെ കാണണം. ഗൈസ്, എന്റെ ഓഡിയോ ഇഷ്യൂ ഓക്കെ ആയോ? ഓഡിയോയ്ക്ക് അത് ഭയങ്കര എക്കോ ഉണ്ടെന്ന് കുറെ പേര് കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. എനിക്കറിയാം. ഞാൻ റൈറ്റ് നൗ ഇവിടെയാണ് വീഡിയോ ചെയ്യുന്നത്. എവിടെയാണെന്ന് വെച്ചാൽ കേരളത്തിലല്ല ഞാൻ. അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് പറയാം. സോ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. ഈ മൈക്കല്ല ഞാൻ യൂസ് ചെയ്യുന്നത്, ക്യാമറയുടെ മൈക്ക് തന്നെയാണ്. അത് പതുക്കെ റെഡിയാക്കും. ഓക്കെ, അത് കഴിഞ്ഞ വേണ്ടി കണ്ടോണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞത് നമ്മൾ ദേവി എന്താ ചേച്ചി ജാടയാണോ? ഒന്ന് ചിരിക്കോ? എല്ലാ വീഡിയോയിലും ഈ എക്സ്പ്രഷൻ മാത്രമേ ഉള്ളൂ ചേച്ചിക്ക്. ഒന്ന് ചിരിക്കും. ഈ ജാല വളർന്നങ്ങ് ലോകം അവസാനിച്ചാൽ മതിയായിരുന്നു. സത്യം ഒന്നും പറയുന്നില്ല. വല്ലതും പറഞ്ഞാൽ നമ്മളൊക്കെ പുട്ടിയിട്ടാൽ സപ്പോർട്ട് ചെയ്യുന്നവരായി, പ്രമുഖരെ മാത്രം പ്രോത്സാഹിപ്പിക്കുന്നവരായി. അതിനേക്കാൾ നല്ലതും ഉണ്ടാകാതിരിക്കാം. അത് എനിക്കും തോന്നിയിട്ടുണ്ട്. എന്റെ കമന്റ് ബോക്സിൽ കുറെ ആളുകളൊന്ന് കമന്റ് ചെയ്യാറുണ്ട്.
നമ്മൾ ഇങ്ങനെയുള്ളവരെ മാത്രമേ കളിയാക്കുള്ളൂ. എല്ലാവരെയും ഊക്കും. സത്യമായിട്ടും എന്നെ ചവിട്ടി. അതിന് ഇന്നവരൊന്നൊന്നുമില്ല. ഇങ്ങനെ കളിയാക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്നാ കിട്ടുന്നതെന്നൊക്കെ ചോദിക്കുന്നമാരുണ്ട്. അതിന് മാത്രം കളിയാക്കലൊന്നും നമ്മളിവിടെ ചെയ്യുന്നില്ലടേ. എന്റെ മണ്ടത്തരമുണ്ട്. എന്നാ പറയാനടേ അവരോടൊക്കെ. എന്റെ മോനെ യക്ഷിക്കുണ്ടായതാണ് ഇതൊക്കെ. കറക്റ്റ് സാധനല്ലേ. എന്നാ ചെയ്യാനല്ലേ. ഒരിക്കലും മാമ്പൂ കണ്ട് കൊതിക്കാൻ നീ പോയി പിന്നെ എന്നാ പറയേണ്ടത്. എന്റെ മാമ്പൂ കണ്ട് മാമ്പൂ കൊണ്ട് ആരാടാ കൊതിക്കുന്നത്? എന്തോ ഈ മാമ്പൂ. പക്ഷെ അതിന്റെ അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് മാമ്പൂ കണ്ട് കൊതിച്ചു കഴിഞ്ഞാൽ ഏറ്റവും അവസാനം നമ്മൾ ഒരു നാള് സങ്കടപ്പെടും. എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. മോനെ പാട്ട് പുറപ്പെട്ടിട്ട് അരമണിക്കൂറായി. ചേട്ടൻ വരുന്നതേ ഉള്ളൂ. സീൻ തന്നെ കേട്ടോ. ഇതൊരു വലിയ കലാകാരനാണ്. തീർന്നില്ലേ? ഉപ്പ് സത്യാവരാവ് കഴിഞ്ഞിട്ട് കുറെ ആയില്ലേ? ഇത് ഇതിലിട്ട് തീർന്നിട്ടില്ല. ഒരു വർഷം തീരാറായി, തീർന്നില്ല കേട്ടാ. എടാ മാക്കാനെ, എടാ ഇതിനാണാടാ നീ ഇത്രയും നേരം എടാ ഇങ്ങനെയൊന്നും ചെയ്യല്ലടാ, ആരോടും ചെയ്യല്ലടാ. ഇവനെ എടുത്തിട്ടൊന്ന് കൊട്ടാൻ അവിടെ ആരും ഇല്ലേ? എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു. 10-20 സെക്കൻഡ് അങ്ങോട്ട് പോയി കിട്ടി. പടക്കുന്ന മീനോ ഇത് കഴിഞ്ഞില്ലേ? എന്താണ് ബ്രോ മോഡേണോ? ചേച്ചി പിന്നെ അള്ളാണ് മുത്ത മോടെ പിറന്നാള് വിളിക്കാൻ വന്നത്, എല്ലാവരും വരണം. എന്നേക്കാൾ കോമഡിയാണല്ലേ ഇവരുടെ വീഡിയോസ്. നമ്മളൊക്കെ എന്ത് കോമഡി. ഇതൊക്കെ കുറച്ച് പഴയ വീഡിയോസ് ആണെന്നുണ്ടെങ്കിലും കൊള്ളാം. നമുക്ക് നമ്മുടെ അവസാനത്തെ വീഡിയോയിലേക്ക് പോകാം ഗൈസ്. ഉപദേശം തരാം. ഒരു കാലത്തും നിങ്ങൾ അയാളെ എതിർത്ത് നിൽക്കാൻ പോകരുത് സാർ. മോനെ ആ മൊത്തം ഐസ്ക്രീമാണ്. ആൽഫിൻ ആന്റണി ജോസഫ് ആണ് ഇത് എഡിറ്റ് ചെയ്തത്. മോനെ എഡിറ്റിംഗ് വേറെ ലെവൽ സാധനം. ഇങ്ങനെ കുറെ പേരെ വീഡിയോസ് കാണാറുണ്ട്, പക്ഷെ ഇത് കൊള്ളാം, നന്നായിട്ടുണ്ട്. സോ ഇത്ര ഉള്ള വീഡിയോ, ചെറിയ വീഡിയോ ആയിരുന്നു. ഓഡിയോ ഇഷ്യൂസ് ഒക്കെ 10 ശരിയാക്കാം. എനിക്കറിയാം നിങ്ങളെല്ലാവരും വന്ന് പറയണ്ട. ഇൻസ്റ്റാഗ്രാമിൽ കുറെ പേര് വന്ന് പറയുന്നുണ്ട്, കമന്റ് ബോക്സിലും പറയണ്ട. എനിക്കറിയാം
സോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാത്ത ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ ഇഷ്ടപ്പെടേണ്ട അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. സോ അഡ്ജസ്റ്റ് അടുത്തൊരു വീഡിയോ ആയിട്ട്